ഹായ് കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് JEE അഡ്വാൻസ് 2022 ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ചാർജ് സ്റ്റോർഡ് ഇൻ C3 ഈസ്, അതായത് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് C1 ഈസ് ഈക്വൽ ടു 12 മൈക്രോഫാരഡ്, C2 C3 ഈസ് 4 മൈക്രോഫാരഡ്, C4 ഈക്വൽസ് C5 ഈക്വൽസ് 2 മൈക്രോഫാരഡ് ആൻഡ് ദ ചാർജ് സ്റ്റോർഡ് ഇൻ C3 ഈസ്, അതായത് ഈ സർക്യൂട്ടിൽ C1 12 മൈക്രോഫാരഡ് ആണ്, C2 C3 4 മൈക്രോഫാരഡ് ആണ്, അതേപോലെ തന്നെ C4 C5 2 മൈക്രോഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ C3യിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ രണ്ട് സെല്ല് തന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു 6 വോൾട്ട് സെല്ല് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 2 വോൾട്ട് സെല്ല് തന്നിട്ടുണ്ട്. കണ്ടോ, രണ്ട് സെല്ല് തന്നിട്ടുണ്ട്, കാണാലോ. അപ്പോൾ ഈ 6 വോൾട്ട് C1ന് സീരീസാണ്, ഈ 2 വോൾട്ട് C5ന് പാരലലാണ്, C4ന് പാരലലാണ്, C3ക്ക് പാരലലാണ്. കറക്റ്റാണേ. അപ്പോൾ ഈ 2 വോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ്, ഈ ഒരു സെൽ എന്ന് പറയുന്നത് C5ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 2 വോൾട്ട്, C4ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 2 വോൾട്ട് ആൻഡ് C3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 2 വോൾട്ട്. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് അറിയാമോ? ഈ 2 വോൾട്ട് നോക്കിക്കേ, പോയിന്റ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെയും പൊട്ടൻഷ്യൽ സെയിം ആണ്, സെയിം പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെയും. കണ്ടോ, ഈ 3 പൊട്ടൻഷ്യലും സെയിം തന്നെയാണ്. അതേപോലെ തന്നെ സിമിലർലി ഇവിടുത്തെയും ഈ താഴത്തെ ഈ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? C3 പാരലൽ ടു C4 പാരലൽ ടു C5. കറക്റ്റ് അല്ലേ? ഇത് മൂന്നും പാരലലാണ്. ആർക്ക് പാരലലാണ്? ഈ 2 വോൾട്ടിന് പാരലലാണ്. അപ്പോൾ ഇവിടെ ഒരു C1 വന്നിട്ടുണ്ട്, കാണാലോ. ഈ C1 വന്നിട്ടുണ്ട്. C1ന് സീരീസ് ആയിട്ടാണ് നമ്മളുടെ 6 വോൾട്ട്. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് നമ്മൾ റീഡ്രോ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 വോൾട്ട് എന്ന് പറയുന്നത് C5ന് ക്രോസ് ആയിട്ടുള്ളതും C4ന് ക്രോസ് ആയിട്ടുള്ളതും C3ക്ക് ക്രോസ് ആയിട്ടുള്ളതും എന്ത് തന്നെയാണ്? 2 വോൾട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് C3 ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. കറക്റ്റ് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജാണ്, Q ആണ്. അതായത് C3യുടെ ചാർജ് Q ഈസ് ഈക്വൽ ടു CV വിച്ച് ഈസ് ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ എത്രയാണ്? C3 വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈക്രോഫാരഡ് ഇൻറ്റു V ദാറ്റ് ഈസ് 2 വോൾട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 8 മൈക്രോ കൂളം. ഇനിയും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.